വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവയ്ക്ക് പ്രത്യേക സംരക്ഷണം നൽകേണ്ടതുണ്ട്. കുട്ടികൾ കൊല്ലപ്പെടുന്നത് ഈ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായാണ് പല മനുഷ്യാവകാശ സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നത്. 2. ന്യായീകരണങ്ങളും യാഥാർത്ഥ്യവും. സൈനിക ലക്ഷ്യങ്ങൾ. സൈനിക ആവശ്യങ്ങൾക്കായി വിദ്യാലയങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു എന്ന വാദമാണ് പലപ്പോഴും ആക്രമണങ്ങൾക്കായി ഉന്നയിക്കപ്പെടാറുള്ളത്. എന്നാൽ അവിടെ കൊല്ലപ്പെടുന്ന കുട്ടികളുടെ എണ്ണവും ആഘാതവും നോക്കുമ്പോൾ ഈ വാദങ്ങൾ അപ്രസക്തമാകുന്നു. സാങ്കേതിക പിഴവുകൾ, ലക്ഷ്യം തെറ്റി എന്ന ന്യായീകരണം പലപ്പോഴും ആവർത്തിക്കപ്പെടാറുണ്ട്. എന്നാൽ ആധുനിക ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഇത്തരം പിഴവുകൾ തുടർച്ചയായി സംഭവിക്കുന്നത് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. 3. അന്താരാഷ്ട്ര പ്രതികരണം. ഐക്യരാഷ്ട്രസഭ, UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഗാസയിലും മറ്റ് സംഘർഷ മേഖലകളിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് വെറും കണക്കുകളല്ല, മറിച്ച് ഒരു തലമുറയുടെ തന്നെ നാശമാണ്. യുദ്ധം ആര് നടത്തിയാലും അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എപ്പോഴും കുഞ്ഞുങ്ങളാണ്. അവർക്ക് രാഷ്ട്രീയമില്ല, അവർക്ക് യുദ്ധമില്ല. അവർക്ക് ലഭിക്കേണ്ടത് സമാധാനപരമായ ഒരു ജീവിതം മാത്രമാണ്. അത് തകർക്കുന്ന ഒന്നിനും മാനുഷികമായ ന്യായീകരണങ്ങൾ നൽകാൻ കഴിയില്ല. ഷജാരെ തയ്യേബ് എന്ന പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ലോകത്തെയാകെ നടുക്കിയ ദാരുണമായ ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ